أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ബന്ദർ ബിൻ അബ്ദുൽ അസീസ് ബലീല സംസാരിച്ചതായ സബ്ജക്റ്റ് അള്ളാഹുവിൻ്റെ റിസ്ഖിനെ ഭൂമിയിൽ അന്വേഷിക്കാൻ വേണ്ടി കറങ്ങാനുള്ളതായ അള്ളാഹുവിൻ്റെ കൽപ്പനയെക്കുറിച്ചും ഇഹലോകം സമ്പാദിക്കുക എന്നത് പരലോക മോക്ഷത്തിന് വേണ്ടി സഹായകമാകാൻ വേണ്ടി ആവണം എന്നതിനെക്കുറിച്ചും ഇത് രണ്ടും സമ്പാദിക്കുക എന്നത് മുസൽമാൻ്റെ ബാധ്യതയും ഒരു മുസ്ലിമിൻ്റെ ചുമതലയും ആണ് എന്നതൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. അതെ, അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിൻ്റെ മസ്റഅയാണ്, കൃഷിസ്ഥലമാണ് ദുനിയാവ്. അപ്പോൾ ദുനിയാവിലൂടെയാണ് നാം ആഖിറം സമ്പാദിക്കേണ്ടത്. അപ്പോൾ ദുനിയാവിലൂടെ ആഖിറം സമ്പാദിക്കുന്ന സന്ദർഭത്തിൽ ദുനിയാവിലുള്ളതായ നിഅമത്തുകളെ നാം നേടിയെടുക്കലും അതിനെ അന്വേഷിക്കലും അതിനു വേണ്ടി പ്രയാസപ്പെടലും എല്ലാം ആ ഇനത്തിൽപ്പെടുന്നതാണ്. അപ്രകാരം തന്നെ ദുനിയാവ് നാം കരഗതമാക്കുക എന്നതിലൂടെ നാം പരലോകമോക്ഷത്തിന് വേണ്ടിയും അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയും ആണ് ഇവിടെ സമ്പാദിക്കുന്നത് എന്ന ഉദ്ദേശം വെച്ചിട്ടാണ് ഒരാൾ സമ്പാദിക്കുന്നതെങ്കിൽ അദ്ദേഹം എത്ര തന്നെ കോടീശ്വരനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാ ഹലാലായ സമ്പാദ്യങ്ങളും അവന് അതൊരു ഹസനാത്തായി മാറുന്നതാണ്. കാരണം അവൻ്റെ ലക്ഷ്യം സമ്പാദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ വഴിയിൽ ചിലവഴിക്കണം, സമ്പാദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തണം, സമ്പാദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അതിലൂടെ സഹായകമായി എന്തെല്ലാം ആവശ്യമുണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്തണം. എന്തെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും അവൻ്റെ മതത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടിയും അതിനെല്ലാം ഞാൻ അത് ഉപയോഗപ്പെടുത്തുമെന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഒരാൾ സമ്പാദിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ഹലാലായ റൂട്ടിലും ഹലാലായ വഴിയിലും കൂടിയാണെങ്കിൽ അവന് അതിലൂടെ ധാരാളം നന്മകളും ഹസനാത്തുകളും പ്രതിഫലങ്ങളും ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിർബന്ധമായ നമ്മളോടുള്ളതായ കൽപ്പനയിൽപ്പെട്ടതാണ്. യഹ്രിസ് അലാ മാ യൻഫഉക്. ഞാൻ പലപ്പോഴും ഈ തലക്കെട്ടിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം എൻ്റെ ശ്രോതാക്കൾ. യഹ്രിസ് അലാ മാ യൻഫഉക്, നിനക്ക് ഭൂമിയിൽ ഫലപ്രദമാകുന്നത് എന്തെല്ലാമുണ്ട് അതിലെല്ലാം നീ അത്യാഗ്രഹം പുലർത്തുക. എന്തിലെല്ലാം നിനക്ക് നന്മ കിട്ടാൻ സാധ്യതയുണ്ട്, നന്മയുടെ വഴികളൊന്നും നീ അതിൻ്റെ മുമ്പിൽ മടിയനാവരുത്, അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നീ പരിശ്രമിക്കേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. ഇഹ്റിസ് അലാ മാ യൻഫഉക്, സ്വർണ്ണലിപികൾ കൊണ്ട് എഴുതപ്പെടേണ്ടതായ മഹാപദമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രത്യുത്തരം, ആ കൽപ്പന. തീർച്ചയായിട്ടും നമുക്ക് എത്ര പ്രയോജനം ലഭിക്കുന്നതാണ് നമ്മുടെ ടൈമുകളിലൂടെ, സമയങ്ങളിലൂടെ, നമ്മുടെ ദിവസങ്ങളിലൂടെ, മാസങ്ങളിലൂടെ നമുക്ക് ഉപയോഗപ്രദമായതെല്ലാം അതിലൂടെ നാം ഉപയോഗപ്പെടുത്താൻ വേണ്ടി നാം പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവചനം നമുക്ക് ഇഹത്തിലും പരത്തിലും അത് ഉപകരിക്കുന്നതായ ഒരു കൽപ്പനയാണ്, ഒരു നിർവചനമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർത്തു അതേ ഹദീസിൽ തന്നെ, വസ്തഇൻ ബില്ലാഹ്, നീ അങ്ങനെ സേവിക്കുന്ന സന്ദർഭത്തിൽ, യത്നിക്കുന്ന സന്ദർഭത്തിൽ, പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് സഹായാർത്ഥന നടത്തുക. അള്ളാഹുവിനോട് നീ സഹായാർത്ഥന നടത്തിയും കൊണ്ടായിരിക്കണം. അള്ളാഹുവിൻ്റെ യാനത്തോടു കൂടിയല്ലാതെ, അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടിയല്ലാതെ നിനക്കൊന്നും തന്നെ ഭൂമിയിൽ ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അസ്തഈനു ബില്ലാഹ് എന്ന ആ ലക്ഷ്യം നമ്മുടെ ചിഹ്നമായി മാറേണ്ടതാണ് എന്നർത്ഥം. നാം എന്ത് അമൽ ചെയ്യാൻ, എന്ത് പ്രവർത്തിക്കാൻ, ഏത് കച്ചവടം തുടങ്ങാൻ, ഏത് ബിസിനസ് ആരംഭിക്കാൻ, ഏത് വ്യാപാരം ആരംഭിക്കാൻ, എന്ത് ചെയ്യുകയാണെങ്കിലും അൽ ഇസ്തിആനത്തു ബില്ലാഹ് അത് മുഖ്യമാണ്. അൽ ഇസ്തിആനത്തു ബില്ലാഹ് അത് നാം ഒഴിവാക്കാതെ നമ്മുടെ കൂടപ്പറപ്പായി ഉണ്ടായിക്കൊണ്ടേ ഇരിക്കേണ്ടതാണ്. അത് നമ്മുടെ ഇബാദത്തുകളിലാവട്ടെ, നമ്മുടെ പ്രബോധന മേഖലകളിലാവട്ടെ, നമ്മുടെ സമ്പാദ്യ മേഖലകളിലാവട്ടെ, എല്ലായിടങ്ങളിലും അത് അനിവാര്യമാണ്. അപ്പോൾ നമുക്ക് ഫലപ്രദമായ പലതും ഇവിടെ ഭൂമിയിലുണ്ട്. അതിൽപ്പെട്ടതാണ് നാം ഇഹ്റിസ് അലാ മാ യൻഫഉക എന്ന് പറയുമ്പോൾ ആദ്യം അത് മനസ്സിലാക്കേണ്ടത് സത്യവിശ്വാസി, അവരിൽ നിന്നിട്ട് ഇൽമു പഠിക്കാൻ വേണ്ടി തുനിയുന്നതായ പണ്ഡിതന്മാരും പ്രബോധകന്മാരും വിദ്യാർത്ഥികളും. ഇഹ്റിസ് അലാ മാ യൻഫഉക,
നിനക്ക് ഫലമുള്ളതായ കാര്യം പഠിക്കുക, നിനക്ക് ഫലപ്രദമാകുന്നതായ ഇൽമു പഠിക്കുക. അല്ലാഹുമ്മ അല്ലിംനി മാ യൻഫഉനി, എനിക്ക് ഫലമുള്ളത് നീ പഠിപ്പിച്ചു തരണം റബ്ബേ. വൻഫഅനി ബിമാ അല്ലംതനി, നീ പഠിപ്പിച്ചതിൽ നിന്നിട്ട് എനിക്ക് ഫലപ്രദമാക്കി മാറ്റുകയും ചെയ്യണേ റബ്ബേ എന്ന് നാം പ്രാർത്ഥിക്കാറുണ്ടല്ലോ. നമ്മളോട് കൽപ്പിക്കപ്പെട്ടതാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ. അപ്പോൾ ആ രൂപത്തിലുള്ളതായ ആ ഇൽമ് കരഗതമാക്കുക, അത് ഫലപ്രദമായ ഇൽമി ഏതാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അത് നാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പാടുപെടുക, അത് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മുടെ ടൈം ഫലപ്രദമല്ലാത്ത, പരലോകത്തിൽ ഫലപ്രദമല്ലാത്ത, ഇഹലോകത്തിലും ഫലപ്രദമല്ലാത്ത ഇൽമുകൾ പഠിച്ചുകൊണ്ട് അവകൾ വായിച്ചുകൊണ്ട് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കരുത് നാം. അഥവാ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ വളരെ വില കൂടിയതായ, വിലമതിച്ചതായ ടൈമാണ് അവന്റെ ടൈം, അവന്റെ സമയമാസകലം. അതുകൊണ്ട് തന്നെ നാം പറയാറുണ്ട്, പണ്ടൊക്കെ ഞാൻ പള്ളി ദർസിലൊക്കെ ഓതിയ കാലഘട്ടത്തിലൊക്കെ, പള്ളി ദർസുകളിലൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ 50, 55, 60 വർഷം മുമ്പൊക്കെ പള്ളി ദർസിൽ ഇൽമുൽ ഹദീസുകളും ഇൽമുൽ അഖീദയും അതുപോലെ തന്നെ ഇൽമുൽ ഖുർആനും എല്ലാം പഠിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ കൂടുതൽ സമയം കൊടുക്കാറുള്ളത് മന്തിഖ്, മആനി, ബദീഅ് പോലത്തതായ തർക്കശാസ്ത്രം എന്നാണ് മന്തിഖ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ളതായ ഇൽമുകൾ പഠിച്ചിട്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ഇന്നും അത് കുറവല്ല. അഥവാ ഉപയോഗമില്ലാത്ത, ഫലപ്രദമല്ലാത്ത ഇൽമുകൾ പഠിക്കാൻ വേണ്ടി ടൈം ഉപയോഗിക്കുന്നത് ഇന്നും കുറവല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അതേ സമയത്ത് ഇബ്നു സലാഹി വന്നവാവി ഹറമ വഖാല ഖൗമുൻ യംബഗി അൻ യുഅലമ എന്നൊക്കെ പാട്ട് പാടുകയും ചെയ്യും ചൊറിഞ്ഞിട്ട് പള്ളി ദർസിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ. എന്താ അതിന്റെ അർത്ഥം? മഹാനായ ഇമാം ഇബ്നു സലാഹും മഹാനായ ഇമാം നവവിയും ഹറാമാക്കിയിട്ടുണ്ട് തർക്കശാസ്ത്രം പഠിക്കൽ എന്ന് പാടുകയും ചെയ്യും. അതോടൊപ്പം അത് ഒഴിവാക്കുന്നതുമല്ല. അങ്ങനെയുള്ളതായ കാലഘട്ടങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. ഏതായാലും ഏത് കാലഘട്ടത്തിലും തെറ്റ് തന്നെയാണ്. ടൈം വേസ്റ്റ് ആക്കാൻ പാടുള്ളതല്ല. ഫലപ്രദമായത് എന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് ഷോർട്ടാക്കി അത് പഠിക്കാൻ വേണ്ടിയാണ്. നാം കാണുന്നില്ല ഇപ്പോൾ യൂട്യൂബിലും അതുപോലെ തന്നെ വാട്സാപ്പിലുമെല്ലാം നാം വല്ല നസീഹത്തുകൾ വിട്ട് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ടൈമില്ല. എല്ലാവരും ഉപദേശം വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ മൗലവി ഒരു 2 വാക്ക് പറയണം, 3 മിനിറ്റിൽ കവിയരുത് എന്ന്. അതാണ് ആവശ്യം. 3 മിനിറ്റിൽ കവിയരുത്. 3 മിനിറ്റിൽ കവിഞ്ഞ പോലെ എന്താ പ്രശ്നം? ആളെ കിട്ടൂല എന്നുള്ളതാണ്. അപ്പോൾ ആള് വളരെ ധൃതിയിലാണ്, ആൾക്കാർ വളരെ ധൃതിയിലാണ്. ദുനിയാവിന്റെ സമ്പാദ്യത്തിലും നേട്ടത്തിലും ടൈമാസകലം അവനെ ആസ്വദിപ്പിക്കുന്നത് അവൻ കേൾക്കണം, അവൻ കാണണം, അതാണ് ലക്ഷ്യം. എന്നതുകൊണ്ട് തന്നെ ടൈമില്ല ആർക്കും. അതാണ്. അതേ സമയത്ത് ഇസ്ലാമിന്റെ മെയിൻ തത്വം ഇന്ന് മക്ക ഇമാം പറഞ്ഞതായ ആ നമുക്ക് സമ്പാദിക്കേണ്ടതായ സമ്പാദ്യങ്ങൾ ഇഹ്രിസ് അലാ മാ യൻഫഉക, ഫലമുള്ളതിൽ നാം അലച്ച വെക്കണം. അഥവാ അത്യാഗ്രഹം പുലർത്തണം. അതിൽ നമുക്ക് നിർബന്ധം ഉണ്ടായിരിക്കണം. ആ ഫലമുള്ളത് സമ്പാദിക്കാൻ വേണ്ടി നാം ആരംഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ കൽപ്പന നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത് ഇൽമാണ്. അള്ളാഹുവിനെ പഠിക്കുക, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക. അതെ, അതുകൊണ്ടാണല്ലോ ഇസ്ലാമിൽ ആദ്യമായിട്ട് ഇറങ്ങിയതായ ആയത്ത് നമുക്കെല്ലാം പരിചയമുള്ള ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അള്ളാഹുവിനെ പഠിക്കണം. അള്ളാഹുവിന്റെ പേര്, അള്ളാഹുവിന്റെ നാമം, അള്ളാഹുവിന്റെ കഴിവ്, അള്ളാഹുവിന്റെ കൽപ്പ്, സൃഷ്ടാവിനെ, പ്രപഞ്ചത്തിന്റെ നാഥനെ നാം പഠിക്കുക എന്നതാണ്. അവന്റെ അസ്മാകളെ, അവന്റെ സിഫാത്തുകളെ, അതുപോലെ തന്നെ അവനെ കുറിച്ചുള്ളതായ വിശദാംശങ്ങൾ, അവന്റെ ദാത്തിനെ കുറിച്ചൊക്കെ നാം പഠിക്കാൻ കൽപ്പിക്കപ്പെട്ടതായ കാര്യങ്ങൾ. അവന് മാത്രമായിരിക്കണം ആരാധന, അവനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന, അവന് വേണ്ടി മാത്രമായിരിക്കണം ജീവിതം, മരണം എന്നീ ലക്ഷ്യങ്ങളും തത്വങ്ങളിലേക്കൊക്കെ നാം എത്തിക്കഴിഞ്ഞാൽ നാം പഠിക്കേണ്ടതായ പ്രധാന ഭാഗങ്ങൾ തന്നെയാണ് അവാമിറുഹു വനവാഹിഹി. അള്ളാഹുവിന്റെ കൽപ്പനകൾ, അള്ളാഹു വിരോധിച്ചതായ, വിലക്കിയതായ കാര്യങ്ങൾ, അതെല്ലാം നാം പഠിക്കുന്ന ഇനത്തിൽ പെടേണ്ടതാണ്. ഹരിസ് അലാ മാ യൻഫഉക, നിനക്ക് ഫലമുള്ളതിൽ നീ അത് നേടിയെടുക്കാൻ, സമ്പാദിക്കാൻ നിർബന്ധം നിനക്കുണ്ടായിരിക്കണം എന്നതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ മഹാപ്രവചനത്തെ വിശദീകരിക്കുകയായിരുന്നു മക്ക ഇമാം. അപ്പോഴാണ് പറഞ്ഞത് നാം ഇൽമിനെ പഠിക്കാൻ, ഇൽമ് പഠിച്ച് ഇൽമ് നേടുമ്പോൾ പ്രധാനപ്പെട്ട ഇൽമാണ് ആദ്യമായിട്ട് നേടേണ്ടത്. അതിലൂടെയാണ് നമുക്ക് വാസിഉദ്ദീനി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക, മതഭക്തിയുള്ള ആളായിട്ട് മാറാൻ സാധിക്കുക. നമ്മുടെ ആദർശത്തെ ഏത് മുക്കിലേക്കോ മൂലയിലേക്കോ എത്തിക്കഴിഞ്ഞാലും, എന്ത് രൂപത്തിലുള്ളതായ അപകട മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാലും അവിടെയെല്ലാം നമ്മുടെ ആദർശത്തെ സംരക്ഷിക്കാൻ ഏറ്റവും അനിവാര്യമാണ് എന്ത്? വാസിഉദ്ദീനി എന്ന, ഞാൻ സാധാരണ പറയാറുള്ളതായ മതഭക്തി എന്നതായ ആയുധം. അത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ആ ആയുധം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ അനിവാര്യമാണ് എന്ത്? ഇൽമ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമുണ്ടാവുക എന്നത്. അള്ളാഹുവിന്റെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ വിലക്കുകൾ, ഇതെല്ലാം നാം പഠിച്ചു
പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിലൂടെ മാത്രമാണ് നമുക്ക് പരലോകത്തിൽ വിജയം നേടാൻ സാധിക്കുക. നമ്മോട് പറഞ്ഞു വരുന്നത് തന്നെ മക്ക ഇമാം തുടങ്ങി വെച്ചതായ വാക്കുണ്ടല്ലോ, അതെന്താണ്? ദുനിയ മസ്റഅത്തുൽ ആഖിറ, ഈ ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ്. അപ്പോൾ ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാകുമ്പോൾ ആ ആഖിറത്തിലേക്കുള്ളതായ ഒരുക്കവും തയ്യാറെടുപ്പും നാം ഈ പറഞ്ഞതായ ഇൽമിലൂടെ അല്ലാതെ സാധിക്കുക തന്നെയില്ല എന്നത് ഇത്തരണത്തിൽ സ്മരണീയമാണ്. അല്ലാഹുവിന്റെ കൽപ്പന, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ആരാണ് റബ്ബ്? നിങ്ങൾക്ക് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ വിധേയമാക്കി തന്നിരിക്കുകയാണ്, കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ്. നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് അവിടെ ഓടാനും ചാടാനും, ഈ കാറിലൂടെ ഓടാനും, പ്ലെയിനിൽ കൂടി ഓടാനും, വണ്ടിയിൽ കൂടി ഓടാനും, ഏതെല്ലാം രൂപത്തിൽ ആ ഭൂമിയിൽ കൂടി നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നുവോ ഫംശൂ ഫീ മനാകിബിഹ, അതിന്റെ പെരടിയിൽ കൂടി നിങ്ങൾ നടക്കുക. അഥവാ അത് നിന്യനാവുമ്പോൾ എപ്പോഴാണ് ഒരു മനുഷ്യൻ നിന്യ താഴ്ത്തപ്പെടുക? അവന്റെ പെരടിയുടെ മീതെ നാം കയറിയിരിക്കുമ്പോഴാണ്. അപ്പോൾ ഭൂമിയുടെ പെരടിയുടെ മീതെ നാം ഓടുക, ചാടുക, സമ്പാദിക്കുക, അതിലൂടെ സമ്പാദിക്കാൻ പറ്റുന്ന, നേടിയെടുക്കാൻ പറ്റുന്ന, കൃഷിയാണെങ്കിൽ കൃഷി, കാശാണെങ്കിൽ കാശ്, സമ്പാദ്യമാണെങ്കിൽ സമ്പാദ്യം, അതെല്ലാം സമ്പാദിക്കാൻ വേണ്ടി ഫംശൂ, നിങ്ങൾ കറങ്ങൂ, ഓടൂ, ചരിക്കൂ, പ്രവർത്തിക്കൂ. മടിയനായി മടിയന്മാരായിട്ട് ചടഞ്ഞു കൂടരുത്. വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ, അവന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉപജീവനത്തിൽ നിന്നിട്ട് നിങ്ങൾ ഭക്ഷിക്കുക, അവൻ നൽകുന്നതായ ഭക്ഷണത്തിൽ നിന്നിട്ട് നിങ്ങൾ ഭക്ഷിക്കുക എന്ന അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അദമിൽ പറഞ്ഞതായ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ സൃഷ്ടിച്ചത് തന്നെ നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ എന്ന വാക്ക് തന്നെ മതി നമുക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ് എന്ന കാര്യം ഗൗരവത്തോടു കൂടി മനസ്സിലാക്കാൻ. അഥവാ നമുക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കാൻ ആ ഭൂമിയിൽ കൂടി നമുക്ക് ചാടി ഓടി പ്രവർത്തിച്ച് സമ്പാദിക്കാൻ സാധിക്കുമെന്നത് നമുക്ക് നമ്മുടെ പ്രവർത്തനം കുറിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് വിശദീകരിക്കുന്നത്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. അല്ലാഹുവിലേക്കാണ് മടക്കം, അള്ളാഹുലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുക. ആ സന്ദർഭത്തിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഇവിടെ അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതായ അനുഗ്രഹങ്ങളെ കുറിച്ച്, ആ അനുഗ്രഹങ്ങൾക്ക് പകരമായിട്ട് നാം ഏത് രൂപത്തിലാണ് അതുകൊണ്ട് ആസ്വദിച്ചതിന്റെ ശേഷം, ആ അനുഗ്രഹങ്ങളിലൂടെ ആസ്വദിച്ചതിന് ശേഷം അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചോ ഇല്ലേ എന്നീ കാര്യങ്ങളെ കുറിച്ചൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ ചോദിക്കുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഈ ഭൂമിയിൽ വെച്ചിട്ട് നാം സമ്പാദിക്കുന്നതായ സന്ദർഭത്തിൽ നമുക്ക് നാശവും നഷ്ടവും വരാനും നമുക്ക് ലാഭവും സമ്പാദ്യവും നേടിയെടുക്കുവാനും എല്ലാം സാധിക്കുന്നതാണ്. പക്ഷേ എല്ലായ്പ്പോഴും സമ്പാദ്യമായിക്കോളണമെന്നില്ല, എല്ലായ്പ്പോഴും നഷ്ടമായിരിക്കോളണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ സമ്പാദ്യമുണ്ടാകും. ആ സന്ദർഭത്തിൽ നാം എന്ത് വേണം? നാം ശുക്ർ, നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇനി അതിന്റെ നേരെ വിപരീതമാകുന്നതായ ഹസാറ എന്ന് അറബി ഭാഷയിൽ പറയുന്നതായ നഷ്ടവും നാശവുമാണ് കച്ചവടത്തിൽ കൂടി സമ്പാദ്യത്തിൽ കൂടി സംഭവിച്ചതെങ്കിൽ നാം എന്ത് ചെയ്യരുത്? അതിൽ അള്ളാഹു നമുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായ നന്മയോട് നമുക്ക് അറുപ്പും വെറുപ്പും ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിനെ നാം മറക്കുകയോ നാം അതിൽ കൂടി വെപ്രാളം പെട്ടുകൊണ്ട് പ്രയാസപ്പെടുകയോ ചെയ്യരുത്. സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. ഏത് സമയത്തും അള്ളാഹു നമുക്ക് പ്രീതിപ്പെട്ട് തന്നതിൽ നാം പ്രീതി അടയണം. അള്ളാഹു നമുക്ക് തന്നതിൽ പ്രീതി അടയണം. അത് കുറവാണെങ്കിൽ കൂടുതലാണെങ്കിലും, സമ്പാദ്യം വലുതാണെങ്കിൽ ചെറുതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ശരി കേൾക്കുക. ഫമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പരീക്ഷിക്കുന്ന സന്ദർഭത്തിൽ അവനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അവനെ കോടീശ്വരനാക്കുന്നു, സമ്പാദ്യം നൽകുന്നു. അങ്ങനെ ഭൂമിയിൽ അവന് ധാരാളം സമ്പാദ്യങ്ങൾ നൽകുന്ന സന്ദർഭത്തിൽ ഫഅക്റമഹു വനഅമ ഫയഖൂലു റബ്ബി അക്രമൻ, അവൻ പറയുന്നു എന്നെ അള്ളാഹ് ബഹുമാനിച്ചത് കൊണ്ടാണ്, ഞാൻ ചെയ്യുന്നതൊക്കെ അള്ളാഹ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സമ്പാദ്യം നൽകാൻ കാരണം. മറ്റാൾക്ക് അള്ളാഹു സമ്പാദ്യം നൽകാത്തത് അവൻ അള്ളാഹ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് എന്നീ രൂപത്തിലുള്ള ശൈലി സംഭവിക്കരുത്, പറഞ്ഞു പോകരുത്. എന്തേ? നിന്നെ യഥാർത്ഥത്തിൽ ഞാൻ പരീക്ഷിക്കുകയായിരുന്നു. നിനക്ക് സമ്പത്ത് നൽകുമ്പോഴും നിന്നെ ഞാൻ പരീക്ഷിക്കുന്നു, നിനക്ക് സമ്പത്ത് ഇല്ലാതിരിക്കുമ്പോഴും അവിടെയും പരീക്ഷണമാണ്. അള്ളാഹ് തന്നെ പറയുകയാണ്, വമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖ ഫയഖൂലു റബ്ബി അഹാനൻ. അവനെ പരിശോധിക്കുന്ന മറ്റൊരു ശൈലിയാണ്, അവന് റിസ്ഖ് മുട്ടിക്കുന്നു. റിസ്ഖ് മുട്ടാന്ന് പറഞ്ഞാൽ എന്താണ്? ഉപജീവനമില്ലാതെയായി മാറുന്നു, ഭക്ഷണമില്ലാതെയായി മാറുന്നു, അല്പം കുറയുന്നു ബിസിനസ്സിലുള്ളതായ വ്യാപാരത്തിലുള്ളതായ വരുമാനം എന്ന അർത്ഥത്തിലേക്ക്. അങ്ങനെ ആവുന്ന സന്ദർഭത്തിൽ അവൻ പറയുന്നു, എന്നോട് അള്ളാഹ്ക്ക് എന്തോ ഒരു ദേഷ്യമാണ്, എന്നെ അള്ളാഹ് നിന്ദ്യപ്പെടുത്തി, എന്നെ അള്ളാഹ് കൂട്ടാക്കിയില്ല, എന്നെ അള്ളാഹ് നിസാരപ്പെടുത്തി. അള്ളാഹ് പറയുകയാണ്, അതല്ല സംഭവിച്ചത്. ആദ്യം സംഭവിച്ചതും പരീക്ഷണമാണ്, ഇവിടെ സംഭവിക്കുന്നതും പരീക്ഷണമാണ്.
കൊണ്ടാണ് എന്നല്ലാതെ നിന്നെ നിന്യപ്പെടുത്തിയത് കൊണ്ടല്ല നിനക്ക് ഭക്ഷണം നൽകാത്തത് അല്ലെങ്കിൽ നിനക്ക് സമ്പാദ്യം നൽകാത്തത് എന്ന്. അപ്പോൾ നാം സത്യവിശ്വാസിയാകുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ നിനക്ക് വല്ല സന്ദർഭത്തിലോ നിനക്ക് പ്രയാസമുണ്ടാവുന്ന കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ നീ പറയരുത് ഞാൻ അങ്ങനെ കാട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ സമ്പാദിക്കാൻ സാധിച്ചിരുന്നേനെ, അങ്ങനെ കാട്ടാത്തത് കൊണ്ട് ആ സമ്പാദ്യം നഷ്ടപ്പെട്ടതാണ് എന്ന് പറയരുത്. മറിച്ച് നീ പറയണം അള്ളാഹുവിന്റെ വിധിക്കും അള്ളാഹുവിന്റെ ഖദറിനും അള്ളാഹുവിന്റെ ഖലാക്കും കീഴ്പ്പെടുന്നതായ പദപ്രയോഗമാണ് നീ സത്യവിശ്വാസിയായ നീ ഉപയോഗിക്കേണ്ടത്. ഖദ്ദർ അല്ലാഹു വമാ ശാഅ ഫഅൽ. അള്ളാഹുവിന്റെ വിധി പോലെ വന്നു, അള്ളാഹുവിന്റെ വിധി ഇവിടെ നടക്കുകയുള്ളൂ. എന്തുകൊണ്ട്? ഫൈന ലൗ എന്ന പദം അഥവാ ഞാൻ അങ്ങനെ കാട്ടിയിരുന്നുവെങ്കിൽ, അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ, അങ്ങനെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ എന്നതായ പദം, ലൗ എന്ന പദം തഫ്തഹു അമല ശൈത്താൻ, തഫ്തഹു ബാബ ശൈത്താൻ എന്നാണ് മക്ക ഇമാം ഓതിയത്. ഷൈത്താന്റെ ബാബ് ഹദീസിന്റെ ശൈലിയായിരിക്കും, ഹദീസിന്റെ പദമായിരിക്കും. ഷൈത്താന്റെ വാതിൽ അതിലൂടെ തുറക്കപ്പെടും. അപ്പൊ പിശാചിന്റെ വാതിൽ തുറക്കപ്പെടുന്ന പദമാണ് ലൗ എന്നത്. അത് നാം ഉപയോഗിക്കാൻ, സത്യവിശ്വാസി ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അള്ളാഹു പറയുന്നു ഒലിക്കുല്ലിൻ വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹ. ഓരോരുത്തർക്കും ലക്ഷ്യമുണ്ട്, ചെല്ലാനുള്ള, ഓടാനുള്ള, ചാടാനുള്ള, സമ്പാദിക്കാനുള്ള, പ്രവർത്തിക്കാനുള്ള. അവിടെയും ഇവിടെ പോകുന്ന സന്ദർഭത്തിൽ ഒരു ലക്ഷ്യം മുമ്പിൽ വെച്ചിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുക. അപ്പോൾ സത്യവിശ്വാസിയായ നീ എന്ത് വേണം? ഫസ്തബിഖുൽ ഖൈറാത്ത്. എവിടെയാണ് അള്ളാഹുവിന്റെ ഖൈറാത്ത് ഉള്ളത്, അള്ളാഹു കൽപ്പിച്ചതായ, അള്ളാഹു നമ്മളോട് അനുവദിച്ചതായ വകുപ്പുകൾ ഉള്ളത്, അവിടെ എത്താൻ വേണ്ടിയാണ് നീ പാടുപെടേണ്ടത്. അങ്ങനെയുള്ള അനുസരണങ്ങൾ, അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ താഅത്തിൽ മുഴുകിയും കൊണ്ട് ഖൈറാത്തിലേക്ക് മുസാബഖ നടത്തി മത്സരിച്ചുകൊണ്ട് മുന്നോട്ട് ചെല്ലുക. എന്തുകൊണ്ട്? ഐനമാ തകൂനു യഅ്തിബികുമുല്ലാഹു ജമീഅ. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൊണ്ടുവരുന്നതാണ്, അള്ളാഹുവിന്റെ സാന്നിധ്യത്തിലേക്ക് ഹാജരാക്കപ്പെടുന്നതാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനും കൽപ്പുള്ളവനും ആണ് എന്ന് പറയുന്നതായ ആയത്തും ഇവിടെ മക്ക ഇമാം ഓതിയതായ ആയത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രസംഗത്തിന്റെ സമാപനത്തിൽ മക്ക ഇമാം പറയുന്നു, വളരെ ഷോർട്ടാക്കിയിട്ടാണ് സംസാരിച്ചതെങ്കിലും വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ് ഇന്ന് അല്പസമയത്തിലൂടെ ഇന്ന് ഡോക്ടർ അബ്ദുൽ അസീസ് ബലീല സംസാരിച്ചത്. അതെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കിൽപ്പെട്ടതാണ് അവസാനമായിട്ട് അലൈക ബിസിദ്ഖൽ അസീമ. ആത്മാർത്ഥതയോട് കൂടിയായിരിക്കണം നമുക്ക് അസീമത്ത് ഉണ്ടാവേണ്ടത്, അഥവാ സത്യസന്ധനായിരിക്കണം അസീമയിൽ. ഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് എന്ന് ഖുർആനിൽ ആയത്തുണ്ട്. നീ തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുലേക്ക് ബരമേൽപ്പിക്കുക. അത് ദുനിയാവിന്റെ കാര്യമാണെങ്കിലും പരലോകത്തിന്റെ കാര്യമാണെങ്കിലും അള്ളാഹുലേക്കെല്ലാം ബരമേൽപ്പിച്ചുകൊണ്ട് നീ രംഗത്തിറങ്ങുക. അള്ളാഹു നിനക്ക് അതിൽ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ തീരുമാനത്തിൽ നീ ആത്മാർത്ഥതയോട് കൂടിയാണ് ആ തീരുമാനം എടുത്തതെങ്കിലും, എന്നിട്ട് അള്ളാഹുലേക്ക് തവക്കുലാക്കിയെങ്കിലും തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ പാഴാക്കുന്നതല്ല. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ആരെങ്കിലും അള്ളാഹുവിനെ ബരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന് മതി എന്നതായ ആയത്ത് ഇവിടെ സ്മരണീയമാണ്, ഇവിടെ ഓർമ്മിക്കേണ്ടതായ ഭാഗമാണ്. എന്നീ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് മക്ക ഇമാം ഊന്നി പറഞ്ഞത്. അപ്പോൾ നാം ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പരലോകത്തിലേക്ക് വേണ്ടി ഒരുങ്ങാനാണ് എന്നതും, ആ പരലോകത്തിലേക്ക് ഒരുങ്ങാൻ വേണ്ടിയാകുമ്പോൾ അതിനനിവാര്യമായതായ നേട്ടങ്ങളും സമ്പാദ്യങ്ങളും ഒക്കെ ഇസ്ലാം അനുവദിച്ച രൂപത്തിൽ നാം നേടിയെടുക്കലും സമ്പാദിക്കലും അത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. നാം ചടഞ്ഞുകൂടാൻ പാടുള്ളതല്ല. നമ്മുടെ തവക്കുലിന്റെ ഉന്നത ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയ ശൈലിയാണ് ഇത്. അസ്ബാബുകളെ കണ്ടെത്തുക, കാരണങ്ങളെ കണ്ടെത്തുക എന്നത്. എന്നാൽ ഡോക്ടർ ഹുസൈൻ ആല ഷെയ്ഖ് ആയിരുന്നു ഇന്ന് മദീനയിൽ സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹം ചർച്ചക്കെടുത്തതായ വിഷയം നമ്മുടെ നാവിൽ കൂടി വരുന്നതായ മഹാ ആഫത്തിനെ കുറിച്ചാണ്, മഹാവിപത്തിനെ കുറിച്ചാണ്, മഹാ അപകടത്തെ കുറിച്ചാണ്. നമ്മുടെ അമലുകളെ നഷ്ടപ്പെടുത്തി കളയുന്നതായ മഹാ അപകടമാണ്. നാം അത് ചെയ്തു കഴിഞ്ഞാൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതായ മഹാ അപകടമാണ്. അതിനെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ള. നിങ്ങൾ പരസ്പരം അങ്ങും ഇങ്ങും ഗീബത്ത് പറയരുത്. അഥവാ മനുഷ്യന്റെ അഭാവത്തിൽ, ആ ഒരു വ്യക്തി ഇല്ലാത്ത സന്ദർഭത്തിൽ അവന്റെ കുറവ് പറയുക എന്നതാണ്. അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുക. അവൻ അതിൽ ഉണ്ടായാലും ഇല്ലാതിരുന്നാലും. നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ മയ്യത്തായതായ സന്ദർഭത്തിൽ അവന്റെ മാംസത്തെ നിങ്ങൾ തിന്നുമോ? അതിനോട് തുല്യതയുള്ളതായ ഒരു അമലാണ് നിങ്ങൾ അവന്റെ അഭാവത്തിൽ അവനെ കുറിച്ച് കുറവ് പറയുക, അവനെ കുറിച്ച് വീഴ്ച പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വളരെ ശക്തിയായ ശൈലിയിൽ, ഭാഷയിൽ ആക്ഷേപിച്ചതായ ഒരു മഹാപാപമാണത്.
വൈലുൻ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസ എന്ന് പറഞ്ഞാൽ ഗൈബ്, ഒരു മനുഷ്യന്റെ അഭാവത്തിൽ അവന്റെ കുറവുകൾ, കുറ്റങ്ങൾ പറയുക, അവൻ ഇഷ്ടപ്പെടാത്തത്, അവനുള്ളതായ ആ സിഫത്ത്, ആ പ്രത്യേകത നാം പറയുന്ന സന്ദർഭത്തിൽ അവന്റെ മുമ്പിൽ അത് പറഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് അവന്റെ അഭാവത്തിൽ പറയാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുന്നവനാണ് നാശം, അങ്ങനെ ചെയ്യുന്നവനാണ് നാശം എന്നാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ലുമസ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ സാന്നിധ്യത്തിൽ തന്നെ അവന്റെ കുറവ് പറയുക, സാന്നിധ്യത്തിൽ അവനുള്ളതായ കുറവ് ഉപദേശ ശൈലിയിൽ പറയാം. നിന്റെ കൂടെ ഇങ്ങനെയുള്ള തെറ്റുണ്ട്, ഇങ്ങനെയുള്ള വീഴ്ചയുണ്ട്, അത് നീ നികറ്റണം എന്ന് ഉപദേശ രൂപത്തിൽ പറയാം. എന്നല്ലാതെ വെറും കുറവ് മാത്രം കണ്ട്, കുറവ് മാത്രം അന്വേഷിച്ച്, കുറവ് മാത്രം ചിക്കിക്കുത്തി നോക്കി, കുറവ് മാത്രം പറഞ്ഞു നടക്കുക എന്നതിനെ കുറിച്ചാണ് ലുമസ എന്ന് പറയുക. ആ ലുമസ എന്ന വാക്കിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് വൈലുൻ, അവനാണ് നാശം, അവനാണ് നാശം, അവൾക്കാണ് നാശം, അവൾക്കാണ് നാശം. അപ്പോൾ ഇങ്ങനെ ഈ രൂപത്തിലുള്ളതായ ലുമസ ലുമസ എന്ന രണ്ട് പദപ്രയോഗം അത് മഹാ അപകടത്തിൽപ്പെട്ടതായ രോഗങ്ങളിൽപ്പെട്ടതാണ്. ആ രോഗങ്ങളിലൂടെ നേടിയെടുക്കുന്നത് മനുഷ്യന്റെ മാംസത്തെ തിന്നുക എന്നതാണ്. ഈ പാപത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി നാം ഓരോരുത്തരും പാടുപെടേണ്ടതാണ്, കഷ്ടപ്പെടേണ്ടതാണ്. അതേസമയത്ത് നാം നസീഹത്തിന്റെ അഥവാ ഉപദേശിക്കേണ്ട വ്യക്തിയാണെങ്കിൽ, ഉപദേഷ്ടാവാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ പറയൽ അനിവാര്യമാണ്. പ്രത്യേകിച്ച് വാപ്പയോട് മക്കളെ കുറിച്ച് പറയുക എന്നത് അത് ഗീബത്തായി വരുന്നതല്ല. ആ വാപ്പ മക്കളെ കുറിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ളതായ പറച്ചിലാണെങ്കിൽ അവരുടെ കുറവ് പറയുന്നതല്ല, മറിച്ച് അവരെ നന്നാക്കാൻ വേണ്ടി പറയുന്നതാണ്. അതുപോലെ കുട്ടികളെ കുറിച്ച് ഉസ്താദിനോട്, വിദ്യാർത്ഥികളെ കുറിച്ച് ഉസ്താദിനോട് അല്ലെങ്കിൽ മാസ്റ്ററോട് അല്ലെങ്കിൽ ടീച്ചറോട് പറയുക എന്നത് അതും തെറ്റായ ഗീബത്തായ ഭാഗമല്ല. എപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ നന്നാക്കിയെടുക്കാൻ വേണ്ടി, അവരെ ക്ലാസ്സിലൂടെ ഉണർത്താൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും പറയുന്നതെങ്കിലും. എന്നാൽ മദീന ഇമാമ ഡോക്ടർ ഹുസൈൻ ആൽ ഷേഖ് പറയുന്ന ശൈലിപ്പെട്ടതാണ് ഗീബത്തിനെ കുറിച്ച്. അത് സായിഖത്താണ്, അത് മഹാ അപകടമാണ്, അത് മഹാ കിടുകിടുക്കുന്നതായ ആ മഹാ അപകടത്തിലേക്ക് സൂചനയാണ്. അഥവാ എന്തിനുള്ളതായ സായിഖ, തആത്തുകൾ നഷ്ടപ്പെട്ടു പോകും. തആത്തുകൾ നാം ചെയ്തു കൂട്ടിയതായ സൽക്കർമ്മങ്ങൾ ഉണ്ടല്ലോ, അതെല്ലാം കുന്നുകയറും, അതെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് മഹാനായ അൽ ഇമാം ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, ഞാൻ വല്ലവരുടെയും കുറവ് പറയുകയാണെങ്കിൽ എന്റെ മാതാപിതാക്കളുടെ കുറവാണ് പറയുക. കാരണം എന്റെ ഹസനാത്ത് അവർക്ക് പോകട്ടെ, എന്നാലും ജനങ്ങൾക്ക് ഞാൻ എന്റെ ഹസനാത്ത് കൊടുക്കൂല. ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ എന്റെ വാപ്പാക്കും ഉമ്മാക്കും പോയിക്കോട്ടെ, അത് ഞാൻ പുറത്തു വിടുന്നതല്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായ സംഭവവും ഇന്ന് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു നമുക്ക് പരിചയമുള്ളതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ ഈജിപ്ത് ഫതഹാക്കിയതായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അവസരത്തിൽ ബഗലത്തിന്റെ മുമ്പിൽ കൂടി വിട്ട് കടന്നു. ബഗൽ എന്ന് പറഞ്ഞാല് കോവർ കഴുത, അത് ചത്ത് കിടക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ്. മഹാനായ അംർ പറയുകയാണ്, ഈ ബഗലത്തിന്റെ, ഈ ചത്ത സാധനത്തിന്റെ മാംസം ഒരാൾ പള്ള നിറയെ തിന്നുക എന്നത് അത് അവന് ഉത്തമമാണ് എന്നതിനേക്കാൾ ഒരു മുസ്ലിമിന്റെ കുറവ് അവന്റെ അഭാവത്തിൽ പറയുന്നതിനേക്കാൾ എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്കറിയാവുന്നതുപോലെ മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ പ്രസംഗിച്ച നബി, ഞാൻ എന്റെ ശൈലിയിൽ പറയാറുണ്ടല്ലോ, അവസാനത്തെ നബിയുടെ അവസാനത്തെ പ്രസംഗം അതാണ് ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗം. ലക്ഷങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ട് സംസാരിച്ച സംസാരം. ആ സംസാരത്തിൽ റസൂലുള്ളാഹി പറഞ്ഞതായ ആ വളരെ ചുരുക്കം, വളരെ മെയിൻ പോയിന്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ 23 കൊല്ലത്തിലുള്ള ജീവിതത്തിന്റെ ചുരുക്കം പറഞ്ഞതുപോലെ അതിൽ പറഞ്ഞതാണ്, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാളക്കും ഹറാമുൻ അലൈക്കും, അല്ലെങ്കിൽ അലൈക്കും ഹറാം കഹുർമതി യൗമിക്കും ഹാദാ. അത് ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞതാണ്. മിനയിലാണെങ്കിലോ അറഫയിലാണെങ്കിലോ മക്കയിലാണെങ്കിലോ എവിടെയാണെങ്കിലും അവിടെ വന്നതായ റിപ്പോർട്ടുകളിലെല്ലാം പല ശൈലിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹുർമത്തിനെ കുറിച്ച് വിവരിച്ചതായിട്ട് കാണാം. എന്താ അതിന്റെ അർത്ഥം? നിങ്ങളുടെ ചോര, നിങ്ങളുടെ അഭിമാനം, അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്ത്, ഇത് നിങ്ങൾക്ക് പരസ്പരം ഹറാമാണ്, നിങ്ങൾക്ക് പരസ്പരം ഹറാമാണ്. അഥവാ നിങ്ങൾ ആരുടെയും ചോര പിച്ച് ചീന്താൻ പാടുള്ളതല്ല ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ. നിങ്ങൾ ആരുടെയും സമ്പാദ്യത്തിനെ, മറ്റുള്ളവരുടെ സമ്പത്തിനെ അതും നിങ്ങൾ പിടിച്ച് പറിച്ചെടുക്കാൻ പാടുള്ളതല്ല, അനുവദിക്കപ്പെടാത്ത രൂപത്തിൽ. നിങ്ങൾ ആരുടെയും അറാളക്കും, എന്താണ് അറാൾ എന്ന് പറഞ്ഞാൽ? അഭിമാനം, ഒരാളുടെ കുറവ്, ഒരാളുടെ വീഴ്ച,
അയാളെ കുറിച്ച് കുറ്റം. ചില ആൾക്കാരുടെ ഡ്യൂട്ടി തന്നെ കുറ്റം അന്വേഷിച്ച് നടക്കുക. അതുകൊണ്ടാണ് ഈ കുറവനെ കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെ തന്നെ പറഞ്ഞത് സൂറത്തുൽ ഹുജറാത്തിലാണ് എന്നാണ് എന്റെ ഓർമ്മ. അല്ലാഹു പറയുകയാണ്, വലാ തജസ്സസു, നിങ്ങൾ ചിക്കിക്കുത്തി നോക്കരുത്. നിങ്ങൾ അയാൾ എവിടെ പോയി, അയാൾ എന്ത് ചെയ്തു, അവൾ എവിടെ പോയി, അവൾ എന്ത് ചെയ്തു, അവൾ എന്ത് കാട്ടി, അവിടെ വീഴ്ച, അവിടെ കുറവെന്ത് എന്ന് ചിക്കിക്കുത്തി നോക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു, ഇത് അള്ളാഹുവിന്റെ വാക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പവിത്രത പറഞ്ഞപ്പോൾ, നിങ്ങളുടെ അഭിമാനം നിങ്ങൾക്ക് പരസ്പരം ഹറാമാണെന്ന് പറഞ്ഞപ്പോൾ ഏതുപോലെ, കഹുർമത്തി യൗമിക്കും ഹാദാ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, വഫീ ശഹരിക്കും ഹാദാ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, വഫീ ബലദിക്കും ഹാദാ, ഈ നാട്ടിന്റെ പവിത്രത പോലെ. ഏതാണ് നാട്? മക്ക. ഏതാണ് മാസം? പവിത്രതയുള്ളതായ മുഹറമാത്തുകളായ മാസം, ദുൽഹജ്ജ് മാസം. ഏതാണ് ദിവസം? അത് സംസാരിക്കുന്നത് പെരുന്നാൾ ദിവസമാണെങ്കിൽ പവിത്രതയുള്ളതായ ആ മാസത്തിലുള്ളതായ ദിവസം. അങ്ങനെ ആ പവിത്രതയുള്ള ദിവസത്തിന്റെ പവിത്രത പോലെ, നാട്ടിന്റെ പവിത്രത പോലെ, ആ ഭൂമിയുടെ പവിത്രത പോലെ, ആ കാലത്തിന്റെ പവിത്രത പോലെ നിങ്ങളുടെ അഭിമാനം നിങ്ങൾക്ക് പരസ്പരം പവിത്രതയുള്ളതാണ്. അതിനെ ബഹുമാനിക്കേണ്ടതാണ്, അതിനെ ആദരിക്കേണ്ടതാണ്. അഭിമാനപ്പിച്ച് ചിന്ത പാടുള്ളതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രസംഗിച്ച പ്രസംഗത്തിൽ അഥവാ മിനയിൽ പ്രസംഗിച്ച പ്രസംഗത്തിൽ പറഞ്ഞതായിട്ട് പലപ്പോഴും നാം കേട്ടതാണ്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ആരാണ് സത്യവിശ്വാസി? മുസ്ലിങ്ങൾ അവന്റെ നാവിൽ നിന്നിട്ട് സംരക്ഷിക്കണം, അവന്റെ കയ്യിൽ നിന്നിട്ട് സംരക്ഷിക്കണം. അതാണ് മുസ്ലിം. യഥാർത്ഥ മുസ്ലിമാരാണ്. അവന്റെ ദ്രോഹത്തിൽ നിന്നിട്ട് അവന്റെ സഹോദരൻ, അവന്റെ സഹോദരി രക്ഷപ്പെടണം. അവന്റെ നാവിൽ നിന്നിട്ടുള്ള ശല്യത്തെ തൊട്ടും രക്ഷപ്പെടണം, അവന്റെ കയ്യിലൂടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ശല്യത്തെ തൊട്ടും രക്ഷപ്പെടണം. അതാണ് യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഗീബത്ത് എന്ന് പറഞ്ഞാൽ, മദീന ഇമാം തുടരുകയാണ് റസൂലുള്ളാഹിന്റെ വാക്കിന്റെ വിശദീകരണം എന്നോണം, ദിക്റുക അഖാക ബിമാ യക്റഹ്, നിന്റെ സുഹൃത്തിനെ കുറിച്ച്, നിന്റെ സഹോദരനെ കുറിച്ച്, നിന്റെ സഹോദരിയെ കുറിച്ച് അവൻ വെറുക്കുന്ന കാര്യങ്ങൾ പറയുക. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മദീന ഇമാം ഓതിയതായ ഭാഗം ഇങ്ങനെയാണ്. അതദ്റൂന മൽ ഗീബ, റസൂൽ ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയാമോ എന്താണ് ഗീബത്ത്? ഖാലു അല്ലാഹു റസൂലു അലം. അവർ പറഞ്ഞു, അള്ളയും റസൂലും അറിയും. കാരണം അള്ളാഹു റസൂൽ ജീവിച്ചിരിക്കവേ അള്ളാഹു റസൂൽ ചോദിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു റസൂൽ അറിയുമെന്നത് അത് ഗൈബായ കാര്യമല്ല, റസൂൽ അറിയുന്ന കാര്യത്തെ കുറിച്ചാണ്. നിങ്ങൾ ചോദിക്കുന്നത് റസൂലാണല്ലോ, അള്ളയും അള്ളാഹു റസൂലും അറിയും എന്ന് സഹാബാക്കൾ മറുപടി നൽകുകയുണ്ടായി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുക അഖാക ബിമാ തക്റഹ്, ഗീബത്ത് എന്ന് പറഞ്ഞാൽ നിന്റെ സഹോദരനെ കുറിച്ച്, നിന്റെ സഹോദരിയെ കുറിച്ച് അവർ വെറുക്കുന്നത് പറയുക. അവരുടെ അഭാവത്തിൽ, അവരില്ലാത്ത സന്ദർഭത്തിൽ അവർ വെറുക്കുന്ന കാര്യങ്ങൾ പറയുക. അപ്പോൾ ഖീല, റസൂലിനോടൊപ്പം തന്നെ നമുക്ക് പകരം ചോദ്യം വരാണ്. നാം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടുന്ന് ചോദിക്കപ്പെടുകയാണ്. അതൊരു മദ്രസയാണ്. അങ്ങനെയാണ് ശിക്ഷണം അവർക്ക് നൽകപ്പെട്ടത്. റസൂലേ, ആ നാം പറയുന്നതായ ആ കുറവ് അദ്ദേഹത്തിൽ ഉണ്ടെങ്കിലോ അത് പറഞ്ഞുകൂടെ? അപ്പോൾ മഹാനായ റസൂൽ പറയുകയുണ്ടായി, ഇൻകാന ഫീഹി മാ തഖൂൽ, നീ പറയുന്നത് അദ്ദേഹത്തിൽ ഉണ്ടെങ്കിൽ ഫഖദ് ഇഗ്തബ്ത, അപ്പോഴാണ് അത് ഗീബത്തായി മാറുക. അവനിൽ ഉള്ളത് പറഞ്ഞാലാണ് ഗീബത്തായി മാറുക. വഇല്ലം യകുൻ ഫീഹി മാ തഖൂൽ, നീ ആ പറയുന്നത് അവനിൽ ഇല്ലെങ്കിലോ, അവനിലില്ലാത്ത ഒന്നാണ് നീ അവന്റെ അഭാവത്തിൽ പറഞ്ഞതെങ്കിലോ ഫഖദ് ബഹത്ത, നീ അവനെ കുറിച്ച് ഗീബത്ത് പറയുന്നതോടുകൂടി പച്ചക്കള്ളമാണ് പറഞ്ഞത്. അങ്ങനെ രണ്ട് കുറ്റമാണ് അതിൽ കയറിക്കൂടുന്നത് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ വിശദീകരണം നൽകിയ ഉടനെ തന്നെ മദീന ഇമാം പറയുന്നു, ഫൽ അംറു ഖതീർ വശഅനു കബീർ, അപകടകരമാണ് നാം ഈ കേട്ടുകൊണ്ടിരിക്കുന്നതായ ഈ തെറ്റ്, ഈ പാപം, ഈ ചെറിയ എല്ലില്ലാത്ത ആ അവയവമാകുന്ന നാവിലൂടെ വന്നു പോകുന്നതായ ഈ കഷ്ടം, ഈ അപകടം, ഇത് മഹാ അപകടമാണ് എന്ന് ഇന്ന് മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നാട്ടിൽ വെച്ചിട്ട് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട് ഉൾക്കൊള്ളുന്നതായ, നാട് ഉൾക്കൊള്ളുന്നതായ, ഒരു കെട്ടിയതായ പള്ളി ഉൾക്കൊള്ളുന്നതായ ഈ നാട്ടിൽ വെച്ചിട്ട് ഇന്ന് നടന്നതായ ഖുതുബയിൽ റസൂലുള്ളാഹി പ്രസംഗിച്ച മിമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്തിന്റെ മീതെ ഓതിയതായ ആ ഖുതുബയിലാണ് ഇന്ന് വിശദീകരിക്കുന്നത്. നിങ്ങളുടെ നാവിനെ സംരക്ഷിക്കുക. നിങ്ങളുടെ നാവിനെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മഹാ അപകടത്തിൽപ്പെടും. നിങ്ങൾ ചെയ്തതായ നമസ്കാരങ്ങൾ, നോമ്പുകൾ, സക്കാത്തുകൾ, ഹജ്ജുകൾ ഇതെല്ലാം കൊന്നുകയറും. അതുവരെ വളരെ അപകടം പിടിച്ചതാണ്. പിന്നെ പരലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ മുഫ്ലിസായി മാറും, ദാരിദ്ര്യനായിട്ട് മാറും. ആരാണ് ദാരിദ്ര്യൻ എന്ന് ചോദിച്ചപ്പോൾ പരലോകത്തിലേക്ക് വരുമ്പോൾ നിസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, സക്കാത്തിലൂടെ, ഹജ്ജിലൂടെ വരുന്ന ആളാണ്. എന്നിട്ടോ ആ വരുന്ന സന്ദർഭത്തിൽ അകലമാലഹാദ, ഇവന്റെ സമ്പത്ത് തിന്ന് കാണും, അവൻ അടിച്ചു കാണും, ഇവിടെ അടിച്ചു കാണും, ഇവനെ ഗീബത്ത് പറഞ്ഞു കാണും,
അവളെ ഗീബത്ത് പറഞ്ഞു കാണും. അവർക്കൊക്കെ ഇങ്ങനെ വിചാരണ നടക്കുന്ന സമയമാണ്. എന്ത് ചെറുതോ വലുതോ അവിടെ നഷ്ടപ്പെട്ടു പോകുന്നതല്ല, ആർക്കും നഷ്ടപ്പെടുന്നതല്ല. ആരിൽ നിന്നിട്ടും അള്ളാഹിന്റെ ദൃഷ്ടിയിൽ നിന്നിട്ട് മറഞ്ഞു പോയിട്ടില്ല, പണ്ടേ മറഞ്ഞിട്ടില്ല, ഇപ്പോഴും മറഞ്ഞതല്ല. അതൊക്കെ അള്ളാഹ് കൃത്യമായി ക്ലിപ്തമായിട്ട് അവിടെ ഹാജരാക്കിയിട്ടുണ്ട്. നിങ്ങളാണെങ്കിൽ അത് മറന്നു പോയിരിക്കുകയാണ് എന്ന് അള്ളാഹു പറയുന്ന ശൈലി അവിടെയാണ് സ്മരിക്കേണ്ടത്, ഇവിടെയാണ് നാം അത് ഓർക്കേണ്ടത്. അങ്ങനെയുള്ള സന്ദർഭമാണത്. അതുകൊണ്ട് ഇവിടെ അറബി പഴമൊഴി ഞാൻ കേൾക്കാറുണ്ട് പലപ്പോഴും. അത് ഇന്ന് മദീന ഇമാം പറഞ്ഞിട്ടില്ലെങ്കിലും എന്റെ ഓർമ്മയിൽ വരുന്നത് പറയുകയാണ്, ലിസാനുക ഹിസാനുക ഇൻ സുന്ത സാനക വഇൻ ഖുന്ത ഖാനക എന്നിവിടെ സാധാരണ പറയാറുണ്ട് അറബികൾ. അറബി പഴമൊഴിയാണ്. നിന്റെ നാവ് നിന്റെ കോട്ടയാണ്, നിന്നെ സംരക്ഷിക്കുന്ന കോട്ടയാണ് നിന്റെ നാവ്. ഫൈൻ സുന്ത സാനക്, നീ നാവിനെ സംരക്ഷിച്ചാൽ നിന്നെ നാവ് സംരക്ഷിക്കും. വൈൻ ഖുന്ത ഖാനക്, നീ നാവിനെ വഞ്ചിച്ചാൽ നിന്നെ നാവ് വഞ്ചിക്കും. നിന്റെ നാവിനെ നീ വഞ്ചിക്കൽ എങ്ങനെയാണ്? ആ നാവിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്താൽ നാവിനെ വഞ്ചിക്കലായി. അപ്പോൾ നിന്റെ നാവിൽ നിന്നിട്ട് വേണ്ടാത്ത പദം വിട്ടുപോയാൽ അള്ളാഹ് ഒന്ന് മടക്കി കിട്ടണമെന്ന് വിചാരിച്ചാൽ കിട്ടുമോ? അത് കിട്ടുന്നതല്ല. പോയാ പോയി, നാവിൽ നിന്ന് പുറപ്പെട്ടാ പുറപ്പെട്ടു. പിന്നെ അതിലൂടെ വരുന്ന വിപത്ത് ദുനിയാവിൽ നിന്നിട്ട് തന്നെ സഹിക്കേണ്ടി വരും, പരലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ വേറെയും സഹിക്കേണ്ടി വരുന്നതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിയിൽ ജിബ്രീലുമായി സ്വർഗത്തെ നരകത്തെ സൃഷ്ടിക്കപ്പെടുന്നവരൊക്കെ കണ്ടതായ രംഗങ്ങളൊക്കെ നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗം അവരുടെ മുഖത്തെ, അവരുടെ നെഞ്ചിനെ പരണ്ടുന്നതായിട്ട് കണ്ടു. നഖം, നീണ്ട നഖം, ആ നഖത്തിലൂടെ ഇങ്ങനെ തന്നെ അവർ തന്നെ സ്വയം അതിനെ പരണ്ടുന്നതായ രൂപം, അതിനെ മുഖത്തെ സ്വന്തം തന്നെ അതിൽ പ്രയാസമുണ്ടാക്കി അതിലുള്ള ചോരയെയും അതിലുള്ള ഇറച്ചിയെയും മാംസത്തെയെല്ലാം നീക്കുന്നതായ ആ നഖം കൊണ്ട് നീക്കിയെടുക്കുന്നതായ ശൈലി. ഇത് കണ്ട സന്ദർഭത്തിൽ ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കപ്പെട്ടു ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, ആരാണ് ഇവരെന്ന്? പറയപ്പെട്ടു, ഇവർ മുസ്ലിങ്ങളുടെ മാംസം തിന്നുന്നവരാണ്, മുസ്ലിങ്ങളെ ഗീബത്ത് പറയുന്നവരാണ്. അവർക്കുള്ളതായ താൽക്കാലിക ശിക്ഷയാണത്. പക്ഷേ അത് ബർസഖിലുള്ള ശിക്ഷയാണെങ്കിൽ താൽക്കാലിക ശിക്ഷയാണ്. പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതുമില്ല. ഇത് ഞാൻ പറയാറുള്ളത് പോലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അവിടെ ഡിന്നറാണ് എന്ന് പറയാറുണ്ട്. അത് ഒരു പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും, ഡിന്നർ വേറെ കിട്ടാൻ പോകുന്നുണ്ട്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതായ ആ മഹാവിപത്ത്, മഹാനാശം, മഹാനഷ്ടം, മഹാശിക്ഷ, അള്ളാഹു നമ്മെ അങ്ങനെയുള്ള അപകടത്തിൽ നിന്നിട്ട് മോചിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ നാവിലൂടെ വന്നുപോയതായ ആ വിപത്തിൽ നിന്നിട്ട് നമുക്ക് അള്ളാഹു മാഫി ചെയ്തു തരുമാറാകട്ടെ. നാം ആരെയെല്ലാം നമ്മുടെ നാവിലൂടെ ആക്ഷേപിച്ചിട്ടുണ്ട് അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ. അതിൽ നിന്നിട്ട് നാം അറിയാതെ വന്നുപോയതായ ആ തെറ്റിൽ നിന്നിട്ട് നമുക്ക് അള്ളാഹു മാഫി ചെയ്തു തരുമാറാകട്ടെ എന്ന് നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും. അതെ, ഏതായാലും ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ശൈലി കേൾക്കുക. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഗീബത്തിനെ കുറിച്ച് റസൂലുള്ളാഹി പഠിപ്പിച്ച ശൈലി നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി സ്വന്തം കുറ്റമാണ് പറയുന്നത് എന്നത് ഓർക്കാതെ പറയുകയാണ് ആയിഷ. ആയിഷ ഒരു അവസരത്തിൽ ഗീബത്ത് എന്നതായ മഹാവിപത്തിന്റെ തെറ്ററിയാത്ത കാലഘട്ടത്തിലായിരിക്കാം ആയിഷ ഒരവസരത്തിൽ പറയുകയുണ്ടായി സഫിയയെ കുറിച്ച്. സഫിയ എന്ന് പറയുന്ന നിങ്ങളുടെ ഭാര്യ കുറച്ച് കുറിയ സഹോദരിയാണ്, പൊക്കം കുറഞ്ഞ ആളാണ്. അങ്ങനെ ചെറിയ അവരുള്ള വീഴ്ച പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നീ പറഞ്ഞതായ വാക്ക് ആയിഷ, കടലിലാണ് അതിനെ ഒഴിക്കുന്നതെങ്കിൽ, അതിനെ എറിയുന്നതെങ്കിൽ കടൽ മുഴുവനും കലർപ്പ് മാറാൻ, അതിന്റെ കളർ മാറാൻ മാത്രം അതിന് കഴിവുള്ളതായ മഹാപാപമാണ് ചെയ്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പേടിപ്പിച്ചു. അങ്ങനെയുള്ളതായ വാക്ക് ആയിഷ കേട്ട ശേഷം മുസ്ലിം ലോകത്തിന് അത് എത്തിച്ചു കൊടുക്കണമെന്ന് നിർബന്ധം അവർക്കുള്ളത് കൊണ്ടും, അങ്ങനെയുള്ള അപകടത്തിൽ നിന്നിട്ട് മുസ്ലിം ലോകത്തെ ഉമ്മത്ത് മുഹമ്മദിനെ സംരക്ഷിക്കണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടും മുസ്ലിം ലോകത്തിന്റെ മുമ്പിൽ റസൂലുള്ളാഹി വഫാത്തായ ശേഷം 40 കൊല്ലത്തോളം മദീനയിൽ ജീവിച്ചതായ ആയിഷ പണ്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചു, റസൂലുള്ളാഹി എന്നെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പഠിപ്പിക്കുകയാണ്. ഇതിൽ നാം പാഠം പഠിക്കേണ്ടതുണ്ട്. മുആദ് ബിൻ ജബലിന്റെ മുമ്പിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹസനാത്തുകൾ പറഞ്ഞതിന് ശേഷം, ഹസനാത്തുകൾ നീണ്ട പട്ടിക നടത്തി വെച്ചതിന് ശേഷം റസൂൽ അവസാനം പറയുകയുണ്ടായി, ഇതിന്റെ എല്ലാം രത്നച്ചുരുക്കം ഞാൻ പറഞ്ഞു തരട്ടെയോ മുആദേ, അതെന്താണെന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, കുഫ അലൈക ഹാദാ, നാവിന്റെ കൊടിയിൽ കൈവച്ചുകൊണ്ട്, അതിന്റെ മൊനയിൽ കൈവച്ചുകൊണ്ട് ഇത് ഈ നാവിനെ നീ സൂക്ഷിക്കുക, അതിനെ സംരക്ഷിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ മഹാനായ മുആദ് അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, അലാ ഉജൂഹിഹിം ഔ അലാ മനാഖിരിഹിം, ഈ നാവിൽ അത്ര വലിയ അപകടം വരുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുആദിനോട് പറയുകയുണ്ടായി, അതെ, മനുഷ്യന്മാരെ അവരുടെ മുഖം കുത്തി നരകത്തിലേക്ക് വീഴാനുള്ള കാരണം അവരുടെ നാവല്ലാതെ മറ്റേതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മുആദിനോട് ചോദിക്കുകയുണ്ടായി. മുആദ് അത്ഭുതപ്പെട്ടിട്ട് ചോദിക്കുകയാണ്, ഈ ചെറിയ നാവ് കൊണ്ട് അത്ര വലിയ അപകടം വരുമോ എന്ന്. അപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി, അതെ, ആ ചെറിയ നാവാണെങ്കിലും അതിലൂടെ വരുന്ന അപകടത്തിലൂടെയാണ് അധികവും ജനങ്ങൾ നരകത്തിൽ കടക്കാൻ സാധ്യതയാവാറുള്ളത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഹദീസും ഇവിടെ സ്മരണീയമാണ്. മദീന ഇമാം എന്ന് പറഞ്ഞതായ കൂട്ടത്തിൽ അതും കാണാവുന്നതാണ്. അതെ, നാം വല്ല ഗീബത്തിന്റെ മജ്ലിസിൽ, ഗീബത്ത് പറയുന്ന മജ്ലിസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ മജ്ലിസിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ, അതിനെ വിരോധിക്കാൻ, അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ നമുക്ക് കഴിയുന്ന മജ്ലിസാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക. വേണ്ടതാ മനുഷ്യന്മാരുടെ മാംസം തിന്ന പരിപാടി നിർത്താം, നമുക്ക് ഒഴിവാക്കാം, അയാളുടെ കുറവ് അയാളോട് നേരിട്ടിട്ട് പോയി പറയാം എന്നല്ലാതെ ഇവിടെ പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഉപദേശിക്കുക. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യുക? ആ മജ്ലിസിൽ നിന്നിട്ട്, ആ സദസ്സിൽ നിന്നിട്ട് പുറത്തിറങ്ങി കളയുക എന്നാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടത്. മൻ റദ്ദ അൻ ഇർദി അഖീഹി റദ്ദല്ലാഹു വജ്ഹഹു അനിൻ നാർ. ഒരാള് അവന്റെ സഹോദരന്റെ അഭിമാനത്തെ രക്ഷിക്കാൻ നാം വല്ല മജ്ലിസിൽ തെറ്റിച്ച് ഇങ്ങനെയുള്ളതായ കുറ്റം കേൾക്കുമ്പോൾ അതിൽ നിന്നിട്ട് നമ്മുടെ സുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നാം പരിശ്രമിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഖത്തിനെ നരകത്തെ തൊട്ട് ഹറാമാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഹദീസും ഇവിടെ മദീന ഇമാം പറഞ്ഞതായ ഹദീസുകളുടെ കൂട്ടത്തിൽ കാണാം. അതും നാം നമ്മുടെ സ്മരണയിലുണ്ടാവണം, നമ്മുടെ ഓർമ്മയിലുണ്ടാവണം. അപ്പോൾ നാം നേരത്തെ ഓതിയതായ ഹദീസിൽ പരലോകത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ബർസഖിലായിരിക്കും അല്ലാഹു അഅലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തെ മാന്തുന്നതായ വിഭാഗത്തെ കണ്ടതായ രംഗം അത് വളരെ നമുക്ക് പേടിപ്പിച്ചറിയിക്കുന്നതായ, ഇൻസാർ നൽകുന്നതായ ഒരു ഹദീസാണ്. അത് സഹീഹായ ഹദീസാണ്, മദീന ഇമാം ഓതിയതായ ഹദീസ്. അപ്പോൾ എന്തുകൊണ്ട് മുഖം മാന്തി എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ മുഖവും നെഞ്ചും മാന്താനുള്ളതായ കാരണം അതെന്തായിരുന്നു? അവര് മുസ്ലിങ്ങളുടെ അഭിമാനത്തെ പിച്ച് ചീന്തുന്നവരായിരുന്നു, അവരുടെ ഡ്യൂട്ടി എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യുത്തരം നൽകിയത്. ഇതെല്ലാം നമ്മുടെ ഭാവി ജീവിതം നയിക്കുന്ന സന്ദർഭത്തിൽ എന്തെല്ലാം തെറ്റുണ്ട്, എന്തെല്ലാം പാപങ്ങളുണ്ട്, എന്തെല്ലാം ദോഷങ്ങളുണ്ട്, പ്രത്യേകിച്ച് നാവിലൂടെ വന്നു പോകാൻ സാധ്യതയുള്ളത്, അത് സൂക്ഷിക്കാൻ വേണ്ടി നാം പാടുപെടുക. അതിൽ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതുവരെ പറഞ്ഞതിന് സൽക്കർമ്മമായി നമ്മൾ നിട്ട് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ നിട്ട് രോഗമുള്ളവരുടെ രോഗത്തെ അല്ലാഹു സുഖപ്പെടുത്തട്ടെ, പ്രയാസമുള്ളവരുടെ പ്രയാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റട്ടെ. അപ്രകാരം തന്നെ സന്താനമില്ലാത്തവർക്കും ഉള്ളവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ അല്ലാഹു നൽകട്ടെ. ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ അല്ലാഹു നൽകുമാറാകട്ടെ. അപ്രകാരം നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തതായ സഹോദരന്മാർക്ക് അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും, ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരുമാറാവട്ടെ. ധാരാളം പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി വാട്സാപ്പിൽ കൂടിയും അല്ലാതെയും സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അവരുടെ പലരും രോഗത്തിലാണ്, രോഗശൈലിയിൽ കിടക്കുകയാണ്. എന്റെ ഉമ്മ, എന്റെ വാപ്പ, എന്റെ ജ്യേഷ്ഠൻ, എന്റെ അനുജൻ, അങ്ങനെ പലരും പല കാലഘട്ടത്തിലായിട്ട് പറയാറുണ്ട്. ഈ ദിവസങ്ങളിലായിട്ട് പ്രത്യേകം പറഞ്ഞവരുണ്ട്. അവർക്ക് വേണ്ടിയെല്ലാം ആത്മാർത്ഥമായിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അവർക്കെല്ലാം അവരുടെ രോഗങ്ങളെ അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കുകയും അവർക്കും നമുക്കും ദീർഘായുസ്സും ആരോഗ്യവും അള്ളാഹുവിന്റെ വഴിയിൽ സേവിക്കുവാനും ജീവിക്കുവാനും അള്ളാഹു നൽകുകയും ചെയ്യുമാറാകട്ടെ. എപ്പോഴാണ് നാം മരിക്കുന്നത്? അവരാണെങ്കിലും നാം ആണെങ്കിലും മരിക്കേണ്ടി വരുമല്ലോ. നമുക്ക് ഹുസ്നുൽ ഖാത്തിമ അള്ളാഹു നൽകട്ടെ, ഹുസ്നുൽ ഖാത്തിമ അള്ളാഹു നൽകട്ടെ, ഹുസ്നുൽ ഖാത്തിമ അള്ളാഹു നൽകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.